വിപ്രാഹ ബഹുദാ വദന്തി എന്ന ഏകദൈവ സിദ്ധാന്തം, ഏകമായ സത്ത് ഒന്നാകുന്നു. ദ എസൻസ് ഹാസ് ടു ബി വൺ എന്ന പ്രഖ്യാപനം തൗഫീഖിന്റെ, ഹിദായത്തിന്റെ ഒന്നാമത്തെ, ഈമാന്റെയൊക്കെ ഒന്നാമത്തെ ലക്ഷണമായ ഏകദൈവത്വം പറയുന്നത് ഈ ഋഗ്വേദത്തിലാണ്. ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഇഖ്ലാസ് അവസാനത്തെ 4 സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുൽ, നീ പറയുക, അല്ലാഹു അഹദ്, ദൈവം ഏകനാകും. അല്ലാഹു സമദ്, ദൈവം എല്ലാവരാലും ആശ്രയിക്കപ്പെടേണ്ട ശക്തിയാണ്, എന്നാൽ ആരെയും ആശ്രയിക്കാതെ നിരാശ്രനായിരിക്കുന്ന ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഇഖ്ലാസ് സൂറത്തിന് നമുക്കറിയാം. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണെങ്കിലോ, പഴയ നിയമം യഹൂദന് കൂടി അവകാശപ്പെട്ട പുസ്തകങ്ങളിൽ അതിൽ മോശയ്ക്ക് കൊടുത്ത ഒന്നാമത്തെ കൽപ്പന തന്നെ നിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആകാശത്തിലോ ഭൂമിയിലോ മറ്റൊന്നിനെയും നീ ആ രീതിയിൽ ആരാധിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അത് സ്പെസിഫിക് ആയിട്ട് പറയും. മേലെ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത്. ആരാധനയ്ക്ക് വേണ്ടി ദൈവമഹത്വത്തെ പങ്കിടാൻ മറ്റൊരാളെയും അനുവദിക്കരുത് എന്നാണ് എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമായ ദൈവവിശ്വാസത്തിൽ നമ്മളൊക്കെ ഒന്നിക്കുന്നു. പിന്നീട് അതുണ്ടായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില വ്യാഖ്യാനങ്ങളിലും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിക്യാ സുനഹദോസ് പ്രഖ്യാപിച്ച വിശ്വാസ പ്രമാണമാണ് ഒരുവിധം എല്ലാ സഭകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ കുർബാനയ്ക്കും ഒരുപക്ഷെ അച്ഛനെ പോലുള്ളവർ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ അവരുടെയും വിശ്വാസം അവർ പറയുന്നത് സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. ആരൊക്കെയോ തെറ്റിദ്ധാരണ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമാണ്, ഞങ്ങൾക്ക് ബഹുദൈവമാണ്, ഇസ്ലാമിന് ഏകദൈവമാണെന്നൊക്കെ തെറ്റിദ്ധാരണകൾ ആരൊക്കെയോ നമ്മുടെ സമൂഹത്തിൽ പരത്തിയിട്ടുണ്ട്. ആഴമായി പഠിക്കുമ്പോൾ ഏകദൈവ സിദ്ധാന്തം തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിൽ തല്ലുകൂടേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം മതങ്ങളുടെ സിലബസ് പറയുമ്പോൾ ഇനി അടുത്തതായി പറയുന്നത് അതിൻ്റെ പ്രവാചകന്മാരെ കുറിച്ചാണ്. ഏതൊരു പ്രവാചകനാണോ ആ സമ്പ്രദായത്തിന്റെ ഏറ്റവും അങ്ങേ തലക്കൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ ദൂതുമായി കടന്നു വന്നത്, അവരെയാണ് പ്രവാചകന്മാരെന്നോ ഗുരുക്കന്മാരെന്നോ ഒക്കെ നമ്മൾ പറയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമമായ ഋഷി എന്ന് പറയുന്നത് ക്രിസ്തുദേവനാണ്, യേശുദേവ ഋഷി തന്നെയാണ്. കാരണം ഈ പരമേഷ്ടി ഗുരു, പരമഗുരു എന്ന് പറഞ്ഞ പോലെ അങ്ങേ അറ്റത്ത് പരമേഷ്ടി ഗുരുവാണ്. ഈ ഗുരുക്കന്മാരെയൊക്കെ ദൈവത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്മരിക്കും. അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരോടൊക്കെ, ചിലവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് സ്മരിക്കുക, ചിലർ മധ്യസ്ഥം വഹിക്കും. അപ്പൊ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമുള്ളത്. അതുകൊണ്ടാണ് പിതാവ് കഴിഞ്ഞാൽ ഉടനെ പുത്രൻ പറയുന്നത്. ക്രിസ്തീയ രീതിയിൽ പോവുകയാണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും, പിതാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഓരോ പ്രാർത്ഥനകളും കുർബാന മധ്യേ അവസാനിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ടാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ബാങ്ക് തുടങ്ങി നമുക്ക് മനസ്സിലാവും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഓരോ ബാങ്കിന്റെ സമയത്തും പുറത്തേക്ക് വിളിച്ചു പറയുന്നതും. അതേപോലെ തന്നെ നമസ്കാര സമയത്തും അവസാനത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് അസ്സലാത്തു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ്, എങ്ങനെയാണ് ഇബ്രാഹിമിന്റെ കൂട്ടർക്കും കുടുംബത്തിനും നീ കാരുണ്യം കാണിച്ചത്, അതുപോലെ മുഹമ്മദിന്റെ കുടുംബത്തിനും കാരുണ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നും ആ പരമ്പരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതാത് സമ്പ്രദായത്തിലെ ഗുരുക്കന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട് മതങ്ങൾ.